കുടിവെള്ള വിതരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് വാട്ടർ അതോറിറ്റി വാങ്ങിക്കൂട്ടിയ ടാങ്കുകൾ ഹൈസ്കൂൾ വാർഡിലെ വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിക്കുമ്പോൾ കുടിവെള്ള വിതരണത്തിനായി ഈ വേനൽക്കാലത്ത് വണ്ടിയും ടാങ്കും വാടകയ്ക്കെടുത്ത വകയിൽ പത്തനാപുരം താലൂക്ക് ഓഫീസ് 1.5 കോടി രൂപ ചെലവഴിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് ലൈവ് വാർത്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് വിവിധ മേഖലകളിലുള്ളവർ വാട്ടർ അതോറിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് ടാങ്കുകൾ കൊല്ലൂർ താലൂക്ക് ആസ്ഥാനത്ത് കൊല്ലൂർ താലൂക്കിന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് ഏകദേശം 1 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെലവഴിച്ച ടാങ്കുകൾ ഇന്ന് ഒരു സ്ഥലത്ത് കൊല്ലൂരിലെ ഒരു കുന്നും പ്രദേശത്ത് അത് വളരെ മോശമായി വളരെയധികം തുരുമ്പിച്ച് കിടക്കുന്ന കാഴ്ച, ആ ടാങ്കുകളുടെ കാഴ്ച നമുക്ക് കാണാം. ഏകദേശം 1 വർഷം പോലും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 1 കോടി രൂപയിൽ പുറമെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവമാണത്. ഇത് യഥാർത്ഥമായി ഇതിന്റെ ഏത് ഗവൺമെന്റ് മാറി വന്നാലും ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കാത്തത് കൊണ്ട് അത് ഇന്ന് ഈ പത്തനാപുരം താലൂക്കിൽ മാത്രം 1 കോടി രൂപ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ടാങ്കിന്റെ പേരിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ സംസ്ഥാനത്ത് ഒട്ടാകെ എത്ര കോടിയാണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് ചിന്തിക്കണം. വലിയ പടുകൂറ്റൻ ടാങ്ക് വാങ്ങി ശേഖരിക്കുകയും ആ ടാങ്കുകൾ മുഴുവൻ തുരുമ്പിച്ച് നശിച്ചു പോകുന്ന അവസ്ഥയിൽ കിടക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വേനലിന് നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ 1.5 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് നമ്മുടെ വാർഡുകളിൽ വെള്ളമെത്തിച്ചത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ കൂറ്റൻ ടാങ്കുകൾ അവിടെ കിടന്ന് തുരുമ്പിക്കുകയും നശിക്കുകയും ചെയ്തിട്ടും ഇത്തരത്തിൽ 1.5 കോടി രൂപ നമ്മുടെ ഖജനാവിന് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇത് യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു പ്രവണതയാണ്. പുനലൂർ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം അനുഭവിച്ച ഒരു പ്രദേശമാണ് കഴിഞ്ഞ വേനൽക്കാലവുമായി വന്നത്. ആ സമയത്ത് പുനലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ 3-4 വാഹനങ്ങളിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലും വെള്ളം നിറച്ച് പ്രദേശങ്ങളിൽ കൊണ്ടെത്തിക്കാൻ അങ്ങേയറ്റം പാടുപെട്ട ഒരു ഘട്ടമുണ്ട്. ഇത്രയും വാഹനങ്ങൾ ഓടിയിട്ട് പോലും ജനങ്ങൾക്ക് ആവശ്യമായത്ര വെള്ളം എത്തിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുമായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ പുനലൂരിലെ വാട്ടർ ടാങ്ക് നിലനിൽക്കുന്ന കാമ്പൗണ്ടിൽ ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ മുടക്കി വാങ്ങിയ ടാങ്കറുകൾ തുരുമ്പെടുത്ത് അവിടെ അനാഥമായി കിടക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ടാങ്കറുകൾ കിടപ്പുണ്ടെന്നും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നും ബന്ധപ്പെട്ട നഗരസഭാ അധികാരികളെയോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയോ അറിയിച്ച് ആ ടാങ്കറുകൾ അവിടെ എത്തിച്ച് ടാങ്കറുകൾ ഉപയോഗിച്ച് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ കഴിയുമായിരുന്നു. 15,000 ലിറ്ററോളം വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന ടാങ്കറുകളാണ്. ആ ടാങ്കുകൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഇട്ട് അതിലേക്ക് ചെറിയ വാഹനങ്ങളിൽ വെള്ളം നിറച്ച് അവിടെ കൊണ്ടുപോയി ആ ടാങ്കിൽ നിറച്ച് അവിടെ നിന്ന് ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ യഥാർത്ഥത്തിൽ കഴിയുമായിരുന്നു. പക്ഷേ ഇങ്ങനെ സർക്കാർ 1 കോടിയോളം രൂപ മുടക്കി വാങ്ങിയ ടാങ്കറുകൾ ഇങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ കാമ്പൗണ്ടിൽ കിടപ്പുണ്ട് എന്ന വിവരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനോ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറായില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശം എന്നുള്ള നിലയിൽ പുനലൂർ പട്ടണം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച വാട്ടർ ടാങ്കുകളാണ് പുനലൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപത്ത് കിടന്ന് അത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വാട്ടർ ടാങ്കുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വാങ്ങിയ വാട്ടർ ടാങ്കുകൾ നശിക്കുമ്പോൾ മറുഭാഗത്ത് 1.5 കോടിയോളം രൂപ കഴിഞ്ഞ വരൾച്ച സമയത്ത് പുനലൂർ പത്തനാപുരം താലൂക്കിൽ കുടിവെള്ള വിതരണത്തിന് വേണ്ടി സ്വകാര്യ വ്യക്തികളുടെ വാഹനം ഉപയോഗിച്ച് വാട്ടർ സപ്ലൈ നടത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്ന് കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുനലൂർ വാട്ടർ സപ്ലൈ ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കെടുകാര്യസ്ഥ നിറഞ്ഞ ഓഫീസുകളിൽ ഒന്നാണ് എന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം ADGP നൽകിയ റിപ്പോർട്ട് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം കണ്ടതാണ്. വാട്ടർ അതോറിറ്റി കോടികൾ ചെലവാക്കി 30 വലിയ ടാങ്കറുകൾ ഈ വെള്ളത്തിന്റെ ക്ഷാമം പരിഹരിക്കാനായി ജില്ലയുടെ പല ഭാഗത്തേക്ക് അയക്കാനായി വാങ്ങിയിട്ടുണ്ട്.
എന്നാൽ ഇത് ഇവിടെ പുനലൂരിലെ ഓഫീസുകളിലെത്തി എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. അത് തുരുമ്പടിച്ച് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ജലക്ഷാമം ഉണ്ടായ സമയത്ത് കനല വേനലിൽ ഈ പുനലൂർ നഗരസഭ 1.5 കോടി രൂപയാണ് പ്രൈവറ്റ് വാഹനങ്ങളും ടാങ്കറുകളും വാടകയ്ക്കെടുക്കാനായി ചിലവാക്കിയത്. 1.5 കോടി രൂപ ഒരാവശ്യമില്ലാതെ ഇതിനു വേണ്ടി ചിലവാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.